നമസ്കാരം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്ത് 3 സീറ്റുകളുമായി ബി.ജെ.പി. കരുത്തു തെളിയിച്ചിരിക്കുകയാണ്. ഇതോടെ നിയമസഭയ്ക്കകത്ത് പാർട്ടിയെ നയിക്കാൻ പരിചയസമ്പന്നരായ ത്രിമൂർത്തികളെ തന്നെ രംഗത്തിറക്കാനാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി നേതാവാകാനാണ് സാധ്യതയേറുന്നത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തന പരിചയവും ഭരണഘടനാപരമായ അറിവും നിയമസഭയിൽ സർക്കാരിനെ നേടാൻ മുരളീധരന് കരുത്താകുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാകുന്നതിനും കേരളത്തിലെ വികസന അജണ്ടകൾക്ക് വേഗം കൂട്ടുന്നതിനും രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സാങ്കേതിക വ്യവസായ മേഖലകളിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം കേരളത്തിലെ യുവതലമുറയെ പാർട്ടിയോട് അടുപ്പിക്കാൻ സഹായിച്ചുവെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാനുള്ള ദൗത്യമാകും അദ്ദേഹം ഏറ്റെടുക്കുക. കേരളത്തിലെ ബി.ജെ.പി. വിജയത്തിന്റെ യഥാർത്ഥ നായകനായി പാർട്ടി കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് ബി ഗോപകുമാറിനെയാണ്. നിയമസഭയിൽ ആഞ്ഞടിച്ച് താരമാകാൻ ബി ഗോപകുമാറിന്റെ സാന്നിധ്യം ബി.ജെ.പിക്ക് വലിയ ഊർജ്ജമാകും. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധവും പോരാട്ടവീര്യവും സഭയ്ക്കകത്ത് പാർട്ടിയുടെ ശബ്ദമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ഫലവുമായ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ നേട്ടം ബി.ജെ.പിക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. തമിഴ്നാട്ടിൽ ADMK എന്ന അതിശക്തനായ ഘടകകക്ഷി കൂടി ഉണ്ടായിട്ടും കേവലം ഒരു സീറ്റിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വിജയിക്കാനായത്. എന്നാൽ കേരളത്തിൽ ഒരു പ്രബല മുന്നണിയുടെയും സഹായമില്ലാതെ 3 സീറ്റുകൾ നേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അതീവ തൃപ്തരാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രകടനത്തിൽ കേന്ദ്ര നേതൃത്വം പുലർത്തുന്ന ഈ സംതൃപ്തി വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. കേരളത്തെ ഇനി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കൂടുതൽ ഗൗരവത്തോടെ പരിഗണിക്കും. കൂടുതൽ കേന്ദ്ര പദ്ധതികളും പ്രത്യേക പാക്കേജുകളും കേരളത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം നടത്താമെന്നാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ 2 നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുക്കാനായത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വിജയമാണ്. തലസ്ഥാന നഗരിയിൽ ബി.ജെ.പിക്ക് ലഭിച്ച ഈ സ്വീകാര്യത വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുൻപ് നേടിയ വിജയത്തിന്റെ മാറ്റു കുറഞ്ഞില്ലെന്ന് ഈ ഫലം തെളിയിക്കുന്നുണ്ട്. നിയമസഭയിൽ ഇനി വെറുമൊരു സാന്നിധ്യമല്ല, മറിച്ച് നിർണായക ശക്തിയായി മാറാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. വി മുരളീധരന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും രാജീവ് ചന്ദ്രശേഖറിന്റെ വികസന കാഴ്ചപ്പാടും ബി ഗോപകുമാറിന്റെ ജനകീയതയും ഒത്തുചേരുമ്പോൾ സഭയ്ക്കകത്ത് ശക്തമായ പ്രതിരോധം തീർക്കാൻ ബി.ജെ.പിക്ക് സാധിക്കും. ഇത് LDF, UDF മുന്നണികൾക്ക് ഒരുപോലെ വെല്ലുവിളിയാകും. ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടായ വിള്ളലുകളും ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണവും ബി.ജെ.പിക്ക് കേരളത്തിൽ പുതിയൊരു വഴിയൊരുക്കിയിരിക്കുകയാണ്. വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവ് വരും കാലയളവിൽ കേരളത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണം ബി.ജെ.പിക്ക് അനുകൂലമാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഇതിനായുള്ള കൃത്യമായ പ്ലാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു. അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും ഇനി കേരളത്തിലെ ബി.ജെ.പിയുടെ ഓരോ നീക്കങ്ങളും. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ അടിത്തറ ഭദ്രമാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതികൾ രൂപീകരിക്കും. ഗ്രൂപ്പ് പോരുകൾക്ക് അതീതമായി പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ ത്രിമൂർത്തികൾക്ക് സാധിക്കുമെന്നാണ് ഡൽഹിയിലെ വിശ്വാസം. തിരുവനന്തപുരത്തിന് പുറമെ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ബി.ജെ.പിക്ക് ലഭിച്ച വോട്ടുയർച്ച പാർട്ടിയുടെ വളർച്ചാ സൂചനയായിട്ടാണ് കാണുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള വൈകാരിക വിഷയങ്ങൾക്കപ്പുറം വികസനവും സദ്ഭരണവും ചർച്ചയാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു എന്നത് വലിയ മാറ്റമാണ്. ഇത് വരും വർഷങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തെ അടിമുടി മാറ്റും. നിയമസഭയിലെ ഓരോ ചർച്ചകളിലും സജീവമായി ഇടപെടാനും ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ വീഴ്ചകൾ തുറന്നുകാട്ടാനും ബി.ജെ.പിക്ക് ഇനി 3 ശബ്ദങ്ങളുണ്ട്. സഭയിലെ ത്രിമൂർത്തിപ്പട അക്ഷരാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു ശക്തി കേന്ദ്രമായി മാറും.